വേദനിപ്പിക്കുന്ന വാർത്തയാണ് പത്തനംതിട്ട തിരുവല്ലയിൽ നിന്ന് വരുന്നത്. തിരുവല്ല പെരിങ്ങര മുണ്ടക്കം പാലത്തിന് സമീപം കാറിന് തീപിടിച്ച് 2 മരണം. ദമ്പതിമാരാണ് മരിച്ചതെന്നാണ് സൂചന. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ശശിനാരായണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ശശി, ദമ്പതിമാരാണ് മരിച്ചതെന്ന് സൂചനയുണ്ട്. ഇതാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്? എന്താണ് സംഭവിച്ചത്? ടോം, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് തിരുവല്ല പെരിങ്ങര മുണ്ടകം പാലത്തിന് സമീപം കാർ കത്തിച്ചത്. ഈ സമയം പെട്രോളിംഗ് എത്തിയ പോലീസുകാരാണ് കാർ കത്തുന്നതായി കണ്ടത്. ആദ്യം അവർ വിചാരിച്ചിരുന്നത് ചപ്പചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയാണെന്നാണ് പോലീസ് വിചാരിച്ചത്. പക്ഷേ അടുത്ത് നിന്നിട്ടാണ് കാർ കത്തുന്നത്. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചപ്പോഴത്തേക്കും കാർ പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു. കാറിനുള്ളിൽ 2 സ്ത്രീയുടെയും പുരുഷന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. ആരാണെന്നുള്ള ഒരു വിവരം പ്രാഥമിക ഘട്ടത്തിൽ അറിഞ്ഞില്ല. തുടർന്ന് വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയുള്ള അന്വേഷണത്തിലാണ് തിരുവല്ല തുകലശ്ശേരി സ്വദേശികളായ രാജു തോമസ്, ഭാര്യ ലൈജി തോമസ് എന്നിവരാണ് മരിച്ചതെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി നമ്മളോട് നൽകുന്ന വിവരം. എന്തായാലും ആത്മഹത്യയാണെന്നാണ് ഒരു പ്രാഥമിക വിവരം ഉള്ളത്. വിജനമായ സ്ഥലമാണ്, തിരുവല്ലയിലെ ഒരു വിജനമായ സ്ഥലത്താണ് ഈ കാറ് കണ്ടെത്തിയിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ അവിടെ ഈ മറ്റു സഞ്ചാരികളൊക്കെ വരുന്ന സ്ഥലമാണ്. ആ പ്രദേശത്തോട്ട് പോകേണ്ട കാര്യം ഇല്ല. പക്ഷെ ഈ കാർ അത്തരത്തിൽ അവിടെ വന്ന് വിജനമായ സ്ഥലത്ത് വന്ന് ഇത്തരത്തിൽ കത്തി നശിച്ചത് ഒരു ആത്മഹത്യയാണെന്ന് തന്നെയാണ് ഒരു പ്രാഥമിക നിഗമനം പോലീസ് ഉള്ളത്. അവർക്കൊരു മകനുണ്ട്, മകൻ ചികിത്സയിലാണ്. ആ മകനെ വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസ്. ഏതായാലും ആ മകനോട് വന്നതിന് ശേഷമായിരിക്കും ഇത്തരം ഒരു കാര്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. എന്തായാലും കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവല്ല തുകലശ്ശേരി സ്വദേശികളായ 69 വയസ്സുള്ള രാജു തോമസും 63 വയസ്സുള്ള ലൈജി തോമസുമാണ് മരിച്ചതെന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. എന്താണ് ആത്മഹത്യക്കുള്ള കാരണം എന്നതിനെ കുറിച്ച് കൃത്യമായി പോലീസിന് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. അതിനുകൊണ്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ശശിനാരായണൻ, ഈ ആത്മഹത്യയാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്താനുള്ള കാരണം എന്താണ്? ഈ കാറിന് എന്തെങ്കിലും സാങ്കേതികമായ ഒരു തകരാർ സംഭവിച്ചുണ്ടായ തീപിടുത്തം, അങ്ങനെ ഒരു സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ? അതോ മറ്റെന്തെങ്കിലും നിർണായകമായ വിവരം പോലീസിന് ലഭ്യമായിരുന്നോ? ഇത് ആത്മഹത്യയാണെന്ന് പോലീസ് അങ്ങനെ ഒരു നിഗമനത്തിലെത്താനുള്ള കാരണം എന്താണ്? പ്രധാനമായും ഇവർക്ക് ഒരു മകനാണുള്ളത്. ആ മകൻ വർഷങ്ങളായി ചികിത്സയിലാണ്. അങ്ങനെ ഒരു മാനസിക പ്രയാസം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അയൽവാസികൾ പങ്കുവെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അതിന്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ ആത്മഹത്യ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അത്തരത്തിൽ ഉള്ള ഒരു കുടുംബമല്ല എന്നുള്ള വിവരം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മകന് കുറേ നാളുകളായി ഈ മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിലും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലൊക്കെ മകൻ ചികിത്സയിലാണ്. ആ മകന്റെ കാര്യത്തിൽ ഒരു മനോവിഷം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അയൽവാസികൾ പങ്കുവെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ എന്ന നിഗമനത്തിൽ പോലീസ് എത്താൻ കാരണം. മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി അന്വേഷിക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ഉള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യയായിരിക്കും എന്ന് ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. എന്തായാലും 2 പേരും പ്രായമായ ആളുകളാണ്. ഒരാൾക്ക് രാജു തോമസിന് 69 വയസ്സും ലൈജു തോമസിന് 63 വയസ്സുമാണ്. എന്തായാലും ഒരു ദാരുണമായ സംഭവമായി പോയി എന്ന് തന്നെ ആണ് അയൽവാസികൾ പറയുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും, കുടുംബ പ്രശ്നങ്ങളോ മറ്റോ ഒന്നും ഉണ്ടായതായി അയൽവാസികൾ പോലീസ് തിരക്കുമ്പോൾ അയൽവാസികൾ അത്തരം കാര്യങ്ങളൊന്നും പങ്കുവയ്ക്കുന്നില്ല. സ്വാഭാവികം വർഷങ്ങളായി മകനെ ഇങ്ങനെ ചികിത്സിക്കുന്നതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് നേരത്തെ അയൽവാസികളോടൊക്കെ പങ്കുവച്ചത്. അതുകൊണ്ടാണ് പോലീസ് അത്തരത്തിൽ ഒരു ആത്മഹത്യ ആയിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ കാരണം. ഏറെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് തിരുവല്ല പെരിങ്ങരയിൽ നിന്ന് വരുന്നത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കം പാലത്തിന് സമീപത്ത് വെച്ച് കാറിന് തീപിടിച്ചാണ് 2 പേർ മരിച്ചത്. ദമ്പതിമാരായ രാജു തോമസും ഭാര്യയും മരിച്ചെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ആത്മഹത്യ എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.